ലോക റേഡിയോ ദിനത്തിൽ സൗജന്യമായ റേഡിയോ വിതരണം നടത്തി. റേഡിയോ ലിസണേഴ്സ് അസോസിയേഷനാണ് സംസ്ഥാന വ്യാപകമായി പരിപാടി സംഘടിപ്പിച്ചത്. ലോക റേഡിയോ ദിനത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി റേഡിയോ വിതരണം ചെയ്തു. ശ്രോതാക്കളുടെ സംഘടനയായ ഓൾ കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് നടന്ന പരിപാടിയിൽ ഉദിനിപ്പറമ്പ് സ്വദേശിയായ പുതുപ്പറമ്പിൽ വിജിത സുരേഷിന് ഭാരവാഹികളെത്തി റേഡിയോ കൈമാറി. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ, വാഹിദ് പന്താവൂർ, ആബിദ സഹല, ഹാദി, ഉമ്മർ എടപ്പാൾ, പ്രമോദ് കക്കിടിപ്പുറം തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പല പരിപാടികളും ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചിയിലും പെരിന്തൽമണ്ണ, അരീക്കോട്, പാലക്കാട്, കൂറ്റനാട് തുടങ്ങിയ പല ഭാഗങ്ങളിലും വിഷമത അനുഭവിക്കുന്ന റേഡിയോ ഇല്ലാത്ത വീട്ടുകാർക്ക് റേഡിയോ കൊടുക്കുന്ന ഒരു രീതിയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചത് പന്താവൂരിൽ റേഡിയോ കൊടുക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഉദിനിപ്പറമ്പിൽ വിജിത എന്ന സഹോദരിക്ക് അത് അർഹതപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ എത്തിയത്. റേഡിയോ വിജ്ഞാനത്തിനും വിനോദത്തിനും അറിവിനും നൽകുന്ന ഏക ഒരു മാധ്യമമാണ് റേഡിയോ. വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റാവുന്ന ഒരു മാധ്യമം കൂടിയാണ് റേഡിയോ എന്ന് NCV ന്യൂസ് ചങ്ങരംകുളം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.